ഗായ്സ് എല്ലാവർക്കും ഹൽക്കൻസ് ഫാമിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇട്ടു. ഇന്ന് നമ്മൾ മാർക്കോൻ്റെ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോവാണ്. യു എയിൽ ഫസ്റ്റ് ഷോ 10 മണിക്കല്ലേ ബ്രോ? 10 മണിക്കാണ് നമ്മൾ കാണാൻ പോകണം. ഈ വർഷം നമുക്ക് ഹൈപ്പ് എന്നാണ് മിക്ക പടങ്ങളും മുഞ്ചി കുത്തി കുത്തോലെടുത്തിട്ടുണ്ട്. ഇതിനോട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം നമുക്ക് അഭിമാനം ഉണ്ടല്ലോടാ. കാരണം ഉണ്ണിമൂന്ന് നമ്മുടെ ജിമ്മിൽ വന്നാണ് ഇത്രയും കഷ്ടപ്പെട്ട ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് 10 കിലോ പുള്ളി കുറച്ചിട്ടാ. പുള്ളി ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തെങ്കിലുമൊക്കെ പടത്തിൽ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താവും നമുക്ക് അറിയാൻ പാടില്ല. കാരണം നമ്മളും വലിയ ഹൈപ്പൊന്നും കൊടുക്കണമെന്നില്ല. കാരണം ഹൈപ്പ് കൊടുത്തതിനൊക്കെ നമുക്ക് നല്ല തിരിച്ചടി കിട്ടിയിരിക്കണം. അപ്പോൾ ഇതെന്തായാലും കണ്ടു നോക്കട്ടെ. മോസ്റ്റ് വയലൻസ് മൂവി എന്നൊക്കെയാണ് പറയണം മലയാളത്തിൽ അല്ലേ? പടം ലുക്ക് വൈസും അതുപോലെ സ്റ്റൈലും സ്റ്റണ്ടൊക്കെ എന്തായാലും പുള്ളി കസറും അതൊന്നും പറയാനില്ല, വേറെ ലെവലായിരിക്കും. പിന്നെ ആക്ഷൻസും ആക്ടിങ് ഒക്കെ നമുക്ക് കണ്ടറിയണം എന്താണെന്നുള്ളത്. ആക്ഷൻസിലും പുള്ളി വേറെ ലെവലാണ്. എന്തായാലും നോക്കട്ടെ. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് എന്താ അഭിപ്രായം നമ്മൾ പറയാം. ഓക്കെ, സിനിമ ഉണ്ട് ബാക്കി പറയാം. 10 മണിക്കാണ് ഷോ. നമ്മൾ എത്തിയപ്പോൾ 10:10 ലേറ്റ് ആവുന്നുണ്ടെന്ന്. എടാ തുടക്കം ഞാൻ കാണാൻ പറ്റുമോ? ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. കാരണം പുള്ളി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചായിരുന്നു. പുള്ളി പറഞ്ഞത് ബ്രോ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുള്ളി ചുമ്മാ തള്ളി മറിക്കണമെന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏറെക്കുറെ മനസ്സിലായി പടം ചിലപ്പോൾ എന്തായാലും സക്സസ് ആയിരിക്കും അല്ലേ? പൊളിക്കും. നോക്കട്ടെ, കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഞങ്ങളുടെ തിയേറ്ററിൽ എത്തിയിട്ടു. നമ്മൾ കാണാൻ വന്നത് ബുർജുമാൻ ബോക്സിലാണ് കേട്ടോ. ബാറോസ് ഇറങ്ങിയ എടാ ബാറോസ് എന്താ റിലീസ്? ഗൈസ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. എന്താ പറയണ്ടെന്ന് അറിയാമോ? ഒരു ജാതി പടം. എനിക്ക് ഇമ്മാരി വയലൻസ് ഇന്ത്യൻ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അനിമൽ കണ്ടിട്ടില്ല കേട്ടോ, അതാണ് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളൊരു സിനിമ. ഒരു രക്ഷയില്ല. നീ അനിമൽ ഉണ്ടോ? അനിമലൊന്നും ഒന്നല്ല, അതിനേക്കാൾ ഗംഭീരമായ വയലൻസ്. ബ്രോ എങ്ങനെയായിരുന്നു? ആദ്യമായിട്ടൊരു പട ഹൈപ്പിനോട് നീതി പുലർത്തിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ഇറങ്ങണം. എന്താ പറയാ, ഹനീഫ് അതിന് ഇത് എങ്ങനെ പിടിച്ചു മനസ്സിലാവില്ല. അമ്മാര് തീപ്പൊരി ഫൈറ്റാണ്. ഉണ്ണിമൂന്തൻ പക്ക സ്റ്റാർ മെറ്റീരിയൽ ആയിരുന്നു പുള്ളി. നമ്മുടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വന്ന ആളെ അല്ലല്ലേ പുള്ളി. അഭിനയം ആയിക്കോട്ടെ ഫൈറ്റ് ആയിക്കോട്ടെ ഒരു രക്ഷയില്ല. ഡയലോഗ് ഡെലിവറി ചുമ്മാ തീയാണ് പുള്ളി, ഒരു രക്ഷയില്ല. അമ്മാരി പെർഫോമൻസ്. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണിമൂന്നിന്റെ പെർഫോമൻസ്? ഗൈസ് ഈ പടം തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര മിസ്സിംഗ് ആയി പോകും. ഫൈറ്റ് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ തിയേറ്ററിൽ നമ്മളിങ്ങനെ വെമ്പാണ്, നമുക്ക് ഇടിക്കാനുള്ള തൊരയൊക്കെ വരില്ലേ അതുപോലെ. അയ്യോ ചില സീൻസൊക്കെ നമുക്കോട് ഗർഭിണി ആൾക്കാരൊക്കെ ഈ പടം കാണാൻ നിൽക്കണ്ടട്ടാ. നിങ്ങൾക്കൊന്നും ചിലപ്പോ മനക്കരുത്തൊന്നും കിട്ടൂല കാണാനായിട്ട്. കുഞ്ഞി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പോകണ്ട അല്ലെ? 18+ ആണല്ലേ? 18+ ആണ്. അപ്പൊ അത്യാവശ്യം മനക്കരുത്തുള്ളവർ മാത്രമേ സിനിമ കാണാൻ പോയാൽ മതി, അല്ലാത്തവര് പോകണ്ട. അമ്മാതിരി വയലൻസാ പടത്തില്. അയ്യോ എനിക്കൊരു 2024 പുള്ളി അങ്ങോട്ട് തൂക്കി. ഈ ലാസ്റ്റ് സീക്വൻസ് ഈ സമയമായിപ്പോ അല്ലേ? ഓ ഇനി ഇതിനെ വെല്ലാൻ പറ്റിയൊരു പടം ഇനി മലയാളത്തിൽ ഞാൻ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. പുള്ളി അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നല്ല സിനിമ കേട്ടാ, നിങ്ങൾ പോയി കണ്ടോ. നമ്മള് ചുമ്മാ നെഗറ്റീവ് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മുടെ കൂടെ ശസംബ്രോക്കിനെ സിനിമ കണ്ടിട്ട് പുള്ളിയെ കണ്ട് ഇറങ്ങി പോയിട്ടായിരുന്നു. നമ്മൾ ബുർജുമാലുണ്ട് ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ശസംബ്രോ വന്നിട്ടായിരുന്നു. കണ്ടു കഴിഞ്ഞ് ഇറങ്ങി പോയി എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങൾക്ക് 3 ആൾക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു അല്ലേ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇപ്പൊ ഈ കുറെ ഹൈപ്പ് ഇറങ്ങിയ കൊടുത്ത സിനിമകളൊക്കെ കാണാൻ വന്നിട്ട് ഫുൾ മൂഞ്ച അവസ്ഥയായിരുന്നു. പക്ഷെ ഇത് വേറെ ലെവല്. ഫുള്ള് കൈയടി എന്ന് പറഞ്ഞാൽ ഫുള്ള് കൈയടി, ഒരു രക്ഷയില്ല. നമ്മളറിയാണ്ട് ഉണ്ണിമൂന്നിന്റെ ഫാനായി പോകും. നമ്മളിങ്ങനെ പണ്ടേ ഫാനാണ്, എന്നാലും ഫാനായി പോകും. അത്രയ്ക്ക് സൂപ്പറായിട്ട് പടം എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഓ ഷെരീഫിക്കയുടെ പ്രൊഡക്ഷൻ സെറ്റപ്പിൽ ഇത്രയും പൈസ മുടക്കിണ്ടല്ലേ, നല്ലോണം പൈസ മുടക്കുന്നുണ്ട് ഗൈസ്. ചുമ്മത്തി. ഇനിയിപ്പോ നമുക്ക് മലയാളികൾക്ക് ധൈര്യമായിട്ട് പറയാം നമുക്ക് ഒരു KGF ഉണ്ടാ എന്നൊക്കെ പറയാം അല്ലേ? നൈസായിണ്ട്. ഫസ്റ്റ് ടർബോന്റെ കളക്ഷൻ തൂക്കും, അത് ഉറപ്പ്. ചില സീനൊക്കെ ചുമ്മാ രോമാഞ്ചം സീറ്റിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് പോണ ഒരു അവസ്ഥയൊക്കെ വന്നിരിക്കുന്നു സിനിമയ്ക്ക്. അയ്യോ അതേപോലെ സൂപ്പർ. നിങ്ങൾ തിയേറ്ററിൽ കാണുക ഗൈസ്. ഞാൻ ഈ കൂളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ എത്ര സംസാരിച്ചത്. ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ പറയൊന്നുമില്ല. അപ്പൊ എല്ലാവരും പോയി കാണ്. ഫൈറ്റ് സീക്വൻസ് അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നൊക്കെ പറഞ്ഞാലേ ചുമ്മാ തീയാണ്. അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് ഇല്ലേ? പിന്നെ ഇമോഷണൽ കണക്ഷനും പടത്തിൽ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഒത്തു വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ചുമ്മാ വായത്തടിച്ച് വിടണമല്ല, നല്ല പടം സൂപ്പറായിട്ടുണ്ട്. ഞാൻ എന്തായാലും പുള്ളി എന്തായാലും ജിമ്മിൽ വരുമ്പോൾ നമുക്കൊരു
സെലിബ്രേഷൻ കേക്കൊക്കെ മുറിക്കണം അല്ലേ? കേക്ക് മേടിച്ച് മുറിക്കാം. കേക്ക് കുറിച്ച് മുറിക്കണം. പുള്ളി എന്തായാലും പറയാം, പുള്ളി ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തതിന്റെ സിനിമയിൽ കാണാനുണ്ട്. പുള്ളി അന്ന് വന്നപ്പോൾ പുള്ളി ലാസ്റ്റ് 2 ആഴ്ച മുമ്പ് വന്ന് പറയണ്ടായിരുന്നു, അപ്പോൾ സിനിമ ചെയ്യാനല്ലായിരുന്നു പാട്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡബിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബിസി ആയി പോയി എന്നൊക്കെ പറയണ്ടായിരുന്നു. അയ്യോ, ഡബിങ് ഒക്കെ കുറേ കഷ്ടപ്പെട്ടുണ്ട് കണ്ടിട്ട്. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. ഗൈസ് മസ്റ്റ് വാച്ച് മൂവി തിയേറ്റർ, അത്ര പറയുള്ളൂ അല്ലേ? അപ്പോൾ അടുത്ത പടത്തിന്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.